എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം ഞാൻ അങ്ങനെ പാടാൻ നിൽക്കലൊന്നുമില്ല. അങ്ങനെ കുറച്ച് പാട്ടുകളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയ പാട്ട് ജാസിഖ്, അഫ്സൽ, മധുബാലകൃഷ്ണൻ, വിധുപ്രതാപ്, ജോസ്ന എന്നൊക്കെ ആൾക്കാരിൽ പാടിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ, എല്ലാ പാട്ടും ഇഷ്ടമാണെങ്കിലും ഞാൻ രണ്ടുപേര് മാത്രം പാടാൻ ഉദ്ദേശിച്ച പാടി നോക്കാം. എനിക്ക് ഓർമ്മയില്ലെങ്കിലും പാടും. അതായത് കരഞ്ഞുറങ്ങിയോ നിൻ പൂങ്കവിളുകളിൽ വീയുന്ന നുണക്കുഴിയിൽ ഞാനീ കൈവിരലാൽ അന്നെഴുതിയ ചിത്രങ്ങൾ മണക്കൊഞ്ചലുകൾ തേങ്ങലാകും നിതാ നിലാത്തൂവലുകൾ പറന്നെങ്ങോ മായുന്നു അങ്ങനെ നീയും ഇന്നിവിടെ ഞാനും ആഹാ ദൂരെ നീ കരഞ്ഞുറങ്ങിയോ. ചെയ്ത് വളരെ ക്ഷീണം ഉള്ള ഒരു കുട്ടിയായിരുന്നു. ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴുത്തൊന്നും ഉറച്ചിട്ടില്ല. വളരെ എന്താ പറയാ, നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഇവിടെ കൺസൾട്ടിങ്ങിന് വന്ന് അന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ദിവസം കൺസൾട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചാലക്കുടിയിൽ നിന്ന് 6:30-ക്ക് ശേഷമാണെന്ന് വണ്ടി ഓർമ്മയില്ല ശരിക്ക്. അവിടെ നിന്ന് പോയി അത് അങ്ങ് വരെയുള്ള വണ്ടി കിട്ടിയില്ല. ഷൊർണൂരെത്തി. ഷൊർണൂരിൽ പിന്നെ എത്തിയ സമയത്ത് എന്റെ മോള് സാധാരണ എന്താ പറയാ കഴുത്ത് ആടിയ പറ്റാണ്. അവിടെ നമ്മൾ എടുത്ത സമയത്ത് വളരെ നല്ല ഇങ്ങനെ നിൽക്കുകയാണ്, കഴുത്തെല്ലാം നേർത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് ശരിയായി, ഒറ്റ ദിവസം കൊണ്ടല്ലേ മക്കളെ മോള് വളരെ ഭയങ്കര നല്ലൊരു മാറ്റം, വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ പറയുന്ന വെച്ചാൽ ഇതുപോലെ നമുക്കുണ്ടാകുന്ന എത്ര, അതായത് നമ്മള് ചിലരുണ്ടാവും നമ്മൾ അവിടെ പോയി അപ്പോ ശരിയായില്ല, നമ്മൾ ഇത്രയും ദിവസമായി പോയി ഇനിയും അത് മാറ്റം വന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു ശുചിത്വപോലെ മാറുന്ന സംഭവമല്ല ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാല് മാറ്റങ്ങൾ ചെറിയതായ മാറ്റങ്ങൾ എന്തായാലും വരും. എനിക്ക് സംഗീത ഡോക്ടറോട് വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ എന്റെ മോക്ക് എത്രത്തോളം ചികിത്സ, എത്രത്തോളം ഡോക്ടർ ചെയ്തരുമോ അത്രത്തോളം ഞാൻ ഇവിടെ നിൽക്കും. എന്തായാലും തീർച്ചയായും ഡോക്ടർ നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ഇപ്പോഴും ഇനി എത്ര വരാൻ പറഞ്ഞാലും ഞാൻ അത്രത്തോളം ഉണ്ടാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഇത് കാര്യം പറയാണ്. നിങ്ങൾക്ക് ഡോക്ടറെ വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ പ്രാവശ്യം വരുന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അതാണ് എനിക്ക് പറയുള്ളത്. പിന്നെ എന്താ, ഇനി വരാൻ പോകുന്ന പുതുവർഷം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.